ഹലോ, നമസ്കാരം. കുട്ടികളുടെ ഓൺലൈൻ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട മെറ്റീരിയൽസ് അറേഞ്ച് ചെയ്യാനുള്ള 2 ആപ്പുകളാണ് ഇപ്പോൾ പരിചയപ്പെടുത്തുന്നത്. അതായത് പല രീതിയിലായിരിക്കും ഓൺലൈൻ ക്ലാസ്സിൽ മെറ്റീരിയൽ കിട്ടുന്നുണ്ടാവും. വാട്സപ്പ് വഴി കിട്ടും, ഗൂഗിൾ ക്ലാസ് റൂം വഴി, അല്ലെങ്കിൽ മെയിൽ വഴി ഒക്കെ കിട്ടുന്ന മെറ്റീരിയൽസ് എങ്ങനെ എഫക്റ്റീവ്ലി ഓർഗനൈസ് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. നമുക്കൊരു ജിമെയിൽ അക്കൗണ്ട് ഉണ്ടാകുമ്പോഴത്തേന് നമുക്ക് 15 GB ക്ലൗഡ് സ്പേസ് കിട്ടും. ഇത് പറയാൻ കാരണം നമ്മൾ പെൻ ഡ്രൈവിലോ അല്ലെങ്കിൽ മൊബൈലിലോ ഒക്കെ സൂക്ഷിച്ച് വെക്കുന്ന ഡാറ്റ നമുക്ക് ഏത് സമയത്തും നഷ്ടപ്പെടാം. അപ്പോൾ ഏത് സമയത്തും നമുക്ക് റിസ്ക് കുറഞ്ഞ രീതിയിൽ അതിനെ സേവ് ചെയ്യാൻ പറ്റുന്ന ക്ലൗഡ് സ്റ്റോറേജിലാണ്. അപ്പോൾ അതിനുള്ള ഒരു വഴിയാണ് ഗൂഗിൾ ഡ്രൈവ് എന്ന് പറയുന്നത്. അപ്പോൾ ഗൂഗിൾ ഡ്രൈവ് ആക്സസ് ചെയ്യാൻ നിങ്ങളുടെ ആൻഡ്രോയിഡ് മൊബൈലാണെങ്കിൽ അത് ഗൂഗിളിൻ്റെ ഒരു സെറ്റ് ഓഫ് ആപ്സ് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിൾ ആപ്സ് കാണാം. അതിനകത്ത് ഡ്രൈവിലേക്ക് സെലക്ട് ചെയ്യാം. ഇങ്ങനെ ഡ്രൈവ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് യൂസറിൻ്റെ റൈറ്റ് സൈഡ് ടോപ്പിൽ യൂസറിൻ്റെ ഐക്കൺ കാണാം. ഇവിടെ നിങ്ങൾ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്, ഫോട്ടോ വരും, അല്ലെങ്കിൽ പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ വരും. ഒന്നിലധികം ഗൂഗിൾ അക്കൗണ്ട് നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന അക്കൗണ്ട് സെലക്ട് ചെയ്യാം. ഏറ്റവും നല്ലത് ഓൺലൈൻ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അക്കൗണ്ട് സെപ്പറേറ്റ് ആക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ അതിൽ വരുന്ന മെയിലുകളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് നോക്കാം, അതിലുള്ള സാധനങ്ങളൊക്കെ സെപ്പറേറ്റ് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഞാൻ ഓൺലൈൻ ക്ലാസ്സിനായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന അക്കൗണ്ട് ഉണ്ട്. ആ അക്കൗണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്കിതിനകത്ത് കുറേ മെറ്റീരിയൽസ് കാണാൻ പറ്റും. ഞാൻ ഇതിന് മുമ്പ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഓരോ പേപ്പറിനും ഓരോ സബ്ജക്റ്റിനും ഓരോ ഫോൾഡർ ഉണ്ടാക്കാൻ പറ്റും. അതിന് താഴെ റൈറ്റ് സൈഡിൽ കാണുന്ന പ്ലസ് എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്താണ് ചെയ്യേണ്ടത് അത് ആഡ് ചെയ്യാനുള്ള നമുക്ക് ഫോൾഡർ വേണേൽ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഫയൽ അപ്ലോഡ് ചെയ്യാം, സ്കാൻ ചെയ്യാം, ഗൂഗിൾ ഡോക്ക്, ഗൂഗിൾ ഷീറ്റ്സ് അങ്ങനെയുള്ള പ്രൊവിഷൻസൊക്കെ അതിനകത്തുണ്ട്. ഒരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനതിന് സബ്ജക്റ്റിൻ്റെ പേര് കൊടുക്കുന്നു. ഓക്കെ, ആ സബ്ജക്റ്റിൻ്റെ പേര് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. അതിനകത്ത് എനിക്ക് വീണ്ടും ഫോൾഡേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ കിട്ടുന്ന മെറ്റീരിയൽസ് വേറെ ആയിട്ട് ഇപ്പോൾ ഫിലോസഫി എന്നുള്ള സബ്ജക്റ്റിനകത്തുള്ള ഓരോ പേപ്പറിനും സെപ്പറേറ്റ് ഫോൾഡേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ഫയൽ അപ്ലോഡ് ചെയ്യുമ്പോഴേക്ക് ആ ഫോൾഡറിലേക്ക് അപ്ലോഡ് ചെയ്യാം. ഇതുപോലെ ഗൂഗിൾ ക്ലാസ് റൂമിൻ്റെ ഫോൾഡേഴ്സാണ് ഇതിനകത്ത് 2 പേപ്പറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഫോൾഡേഴ്സാണിത്. അപ്പോൾ അതിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ അതിനകത്ത് വീണ്ടും ഫോൾഡറുണ്ട്, അതിനകത്ത് അതിൻ്റെ ഫയൽസ് കാണും. അപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടുന്ന PDF-ഉം അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ്സും ഒക്കെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല അതെവിടെയും നഷ്ടപ്പെട്ടു പോകുകയില്ല. നമ്മുടെ ഫോട്ടോസ് ആയി കഴിഞ്ഞാലും PDF ആയി കഴിഞ്ഞാലും ഒക്കെ ഇതിനകത്ത് സേവ് ചെയ്യാൻ പറ്റും. പക്ഷേ നോക്കേണ്ട ഒരു കാര്യം, വീഡിയോസ് സേവ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് സൈസുള്ള വീഡിയോ സേവ് ചെയ്യാൻ പറ്റും. 15 GB വരെ സ്പേസ് ഉണ്ട്. പക്ഷേ അതിനകത്തുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അത്രയും, ഇപ്പോൾ 100 MB ഫയലാണ് അപ്ലോഡ് ചെയ്യുന്നത്, 100 MB നമുക്ക് കൺസ്യൂം ആവും. ഓരോ തവണ വ്യൂ ചെയ്യുമ്പോഴും അത്ര തന്നെ ഡാറ്റ കൺസ്യൂം ആവും. ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. അല്ലെങ്കിൽ വീഡിയോസും നമുക്ക് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ചെറിയ വീഡിയോ ഒക്കെ ആണെങ്കിൽ, ചെറിയ ക്ലിപ്സൊക്കെ ആണെങ്കിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഇതാണ് ഒരു സൗകര്യം. കാരണം ഇത് സബ്ജക്റ്റ് വൈസ് അതിനകത്തുള്ള ഓരോ പേപ്പറിനും സെപ്പറേറ്റ് ആയിട്ട് അതിനകത്തും നമുക്ക് തരംതിരിക്കാം. PDF വേറെ ആയിട്ടോ അല്ലെങ്കിൽ അതിനകത്ത് ഓരോ ചാപ്റ്ററിനുള്ളത് വേറെ ആയിട്ട് തരംതിരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഏത് സമയത്തും നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ രണ്ടാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ്. നമുക്ക് കിട്ടുന്ന ചെറിയ നോട്ട്സ് ഉണ്ട്. ഇപ്പോൾ വാട്സപ്പ് വഴി കിട്ടുന്ന സാധനങ്ങളൊക്കെ വാട്സപ്പ് ഒന്ന് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം പോകും. അതായത് ടെക്സ്റ്റായിട്ട് തന്നെ കിട്ടുന്ന, അല്ലാതെ PDF ആയിട്ടൊന്നും കിട്ടുന്നില്ല. അത് ഡ്രൈവിലിടാം. അങ്ങനെ ടെക്സ്റ്റായിട്ട് കിട്ടുന്ന ഫയൽസിനെയൊക്കെ നമുക്ക് സേവ് ചെയ്ത് വെക്കണമെങ്കിൽ, അതുപോലെ തന്നെ നമുക്ക് തന്നെ തോന്നുന്ന ചെറിയ ആശയങ്ങൾ കുറിച്ചിടണമെങ്കിൽ, നമുക്ക് അസൈൻമെൻറ്റും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ചെറിയ ആശയങ്ങൾ കിട്ടുമ്പോൾ കുറിച്ചിടണമെങ്കിൽ അതിന് പറ്റിയതാണ് കീപ്പ് നോട്ട്സ് എന്ന് പറയുന്ന ഗൂഗിളിൻ്റെ കീപ്പ് നോട്ട്സ് എന്ന് പറയുന്ന ആപ്പ്. പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഇതിന് മുന്നേ ചെയ്തു വെച്ചിരിക്കുന്ന ടെക്സ്റ്റുകളാണ്. ഇങ്ങനെ നമുക്ക് എത്ര വേണമെങ്കിലും, അതായത് നിങ്ങൾക്കൊരു URL കിട്ടുവാണെങ്കിൽ അത് വേണമെങ്കിലും ഇവിടെ സേവ് ചെയ്യാൻ പറ്റും. അതിനകത്ത് പുതിയ നോട്ട് ക്രിയേറ്റ് ചെയ്യാനൊക്കെയും പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വേറൊരു അഡ്വാൻറ്റേജുള്ള സെർച്ച് നോട്ട്സ് ആണ്. ഇതിൽ നിങ്ങളുടെ ആ ടോപ്പിക്കിൻ്റെ പേര് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ നോട്ട് വീണ്ടെടുക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ ഏത് സമയത്ത് എന്ത് തോന്നുവാണെങ്കിലും അത് നേരെ നോട്ടിൽ കുറിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പിന്നീട് ഏത് സമയത്തും ആക്സസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ മൊബൈലിൽ തന്നെ ഇത് ആക്സസ് ചെയ്യണമെന്നില്ല. നിങ്ങൾ വേറൊരു കമ്പ്യൂട്ടർ ലോഗിൻ ചെയ്തിട്ടോ വേറൊരു മൊബൈലിൽ കയറിയിട്ടൊക്കെ
നിങ്ങളുടെ യൂസറായിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. അതായത് ഡിവൈസ് ഡിപ്പെൻഡൻ്റ് അല്ല ഇതെന്നുള്ളൊരു സൗകര്യമുണ്ട്. എന്തെങ്കിലും കാരണവശാൽ മൊബൈൽ മോശമാവുകയോ നഷ്ടപ്പെടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാലും ഈ ഡാറ്റയൊന്നും പോവില്ല. അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. പക്ഷേ അതേസമയത്ത് ശ്രദ്ധിക്കുക, വേറൊരു മൊബൈലിൽ നിന്നും പിന്നെ വേറൊരു കമ്പ്യൂട്ടറിൽ നിന്നൊക്കെ ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ പാസ്വേഡും ഇമെയിലും പാസ്വേഡും ഒക്കെ ബന്ധപ്പെട്ടിരിക്കുന്ന സെക്യൂരിറ്റീസ് കൂടെ കണക്കിലെടുത്തിട്ട് വേണം ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നഷ്ടപ്പെട്ട് വേറൊരു കുരുക്കിലേക്ക് പോവാതിരിക്കാനും ശ്രദ്ധിക്കുക. അപ്പോൾ കിട്ടുന്ന മെറ്റീരിയൽസ് ഒക്കെ ഈ 2 രീതിയിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടെടുക്കാൻ വളരെ സൗകര്യപ്രദമായിരിക്കും. താങ്ക് യു.